മഹാരാഷ്ട്ര ബിൽ ട്രൈബൽ വീഡിയോയുടെ 5ാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 ഭാഗങ്ങൾ കാണാത്തവർ കാണാൻ ശ്രമിക്കും. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ധാന്യവിളയാണ് ജോവാർ അഥവാ മണിച്ചോളം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യവിളകളിൽ 5ാം സ്ഥാനം ഇതിനുണ്ട്. നെല്ല് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണിത്. വരണ്ട പ്രദേശങ്ങളിലെ കൃഷികളിലൊന്നാണിത്. ഉമി കളഞ്ഞ് അരി പോലെ തന്നെ വേവിച്ച് കഴിക്കാം. ഇത് പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ മലറുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ധാന്യം കൂടിയാണിത്. മഹാരാഷ്ട്രയുടെ ഏത് പ്രദേശത്ത് ചെന്നാലും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മലയിലും വളരെയധികം ധാന്യങ്ങൾ വിളഞ്ഞു കിടക്കുകയാണ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഈ ധാന്യങ്ങളുടെ വിളവെടുപ്പിന്റെ സമയമാണ്. അതിനുശേഷം എല്ലാ പ്രദേശങ്ങളും വരണ്ട് ഉണങ്ങി കിടക്കുന്ന പിന്നീട് കാണാൻ സാധിക്കും. ഈ വിളവെടുപ്പ് കഴിഞ്ഞാൽ അവർ ആ ധാന്യങ്ങൾ മുഴുവൻ ഒരു വർഷത്തെ ആഹാരത്തിന് വേണ്ടി സംഭരിച്ചു വയ്ക്കുകയാണ് അവരുടെ പതിവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദക സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഇത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നു. ഇവിടുത്തെ കാലാവസ്ഥ പരുത്തി കൃഷിക്ക് വളരെ അനുകൂലമാണ്. ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിതമാർഗമാണിത്. മഹാരാഷ്ട്രയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരി ഉൽപ്പന്നങ്ങൾ, തുണികളും മറ്റ് ഉൽപ്പന്നങ്ങളും ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മെഡിക്കൽ വിഭാഗത്തിന് വേണ്ട പഞ്ഞിയും ബാൻഡേജും മറ്റും ഉപയോഗിക്കുന്നതിനോടൊപ്പം ധാരാളം ഇനത്തിൽപ്പെട്ട വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല വിളഞ്ഞ പാകമായിരിക്കുന്ന പഞ്ഞിയാണ് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 3-4 അടി ഉയരം മാത്രമാണ് ഈ കോട്ടൺ ചെടികൾക്കുള്ളത്. എവിടെ നോക്കിയാലും വെളുത്ത പൂ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പഞ്ഞിയുടെ നാരിന് വളരെ പ്രത്യേകതയുള്ളതാണ്. വളരെ നീളമുള്ള നാരുള്ള പഞ്ഞിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിക്കുന്നത്. അത് ലോകത്തിലെവിടെയും വളരെ ഡിമാൻഡുള്ള ഒരു തരം പഞ്ഞിയാണ്. മത്തിപ്പുളി എന്ന് നാം പറയുന്ന ഈ ചെടിക്ക് ഹിന്ദിയിൽ ലാൽ തമ്പൂലി എന്ന് പറയുന്നു. പുളിരസം അധികം ഉള്ളതിനാൽ പലതരം ഉപയോഗത്തിന് ഇത് ഉപയോഗിക്കാം. ചായ, സലാഡ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതോടൊപ്പം കറികളിലും ഉപയോഗിക്കാം. ദഹനത്തിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാറുണ്ട്. ജാം, ജെല്ലി മുതലായവയും ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇതിന് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. തുവര ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കറികൾക്കും വട, പായസം എന്നീ വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു. ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്ന ഒരു കൃഷിയാണ്. കേരളത്തിലേക്കുള്ള പരിപ്പിന്റെ പ്രധാന ഉറവിടം മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് പപ്പായ കൃഷി ധാരാളമായിട്ട് കാണുന്നത്. പപ്പായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതോടൊപ്പം മഹാരാഷ്ട്രക്കാരുടെ പ്രധാന ഭക്ഷ്യവസ്തു കൂടിയാണ്. ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, മറ്റ് വിറ്റാമിനുകൾ കൂടുതലായി ഉള്ളതാണ്. വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ പഴം ഉപയോഗിച്ച് ഏറ്റവും നല്ല ജാം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന്റെ പൾപ്പ് ഉപയോഗിച്ച് മുഖക്കുരു, മുഖത്തുള്ള മറ്റു പാടുകളെല്ലാം നീക്കാൻ നമുക്ക് സാധിക്കും. അച്ചാറ്, പാനീയങ്ങൾ, ബിയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കേരളത്തിലും ഈ കൃഷി വൻതോതിൽ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. 2 വർഷം കൊണ്ട് ആദായം എടുക്കാവുന്നതാണ് പപ്പായ കൃഷി. ഇതിന്റെ ഒരു കായ്ക്ക് 2 മുതൽ 3 കിലോ വരെ തൂക്കമുണ്ട്. പച്ചമുളക് കൃഷിക്ക് അനുകൂല കാലാവസ്ഥയാണ് മഹാരാഷ്ട്ര. ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിതമാർഗമാണ് ഈ കൃഷി. ഇവിടെ നിന്ന് പച്ചമുളക് ഉൽപ്പന്നങ്ങൾ ധാരാളമായി കയറ്റുമതി ചെയ്യുന്നുണ്ട്. 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങളിൽ ഇത് കൃഷി ചെയ്തിരിക്കുക. മഹാരാഷ്ട്ര സീതപ്പഴ കൃഷിക്ക് വളരെ അനുകൂലമായുള്ള കാലാവസ്ഥയാണ്. ഏതും മലയിലും പാറക്കെട്ടുകളിലും എല്ലാം ഇത് സ്വന്തമായിട്ട് വളർന്ന കൃഷിയായി തീർന്നിരിക്കും. ഇവിടുത്തെ സീതപ്പഴം പ്രത്യേക മധുരവും സുഗന്ധവും രുചിയുള്ളതാണ്. നേരിട്ട് ഭക്ഷിക്കുന്നതിനോടൊപ്പം ജാം, ജ്യൂസ് എന്നിവയും നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ആ നാട്ടുകാരൻ ഒരു വട്ട പഴമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് തിന്നു നോക്കട്ടെ. ഇവിടെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു പഴമാണ് ഈ സീതപ്പഴം. ഇത് തിന്നിട്ട് എനിക്ക് മതിയാകത്തില്ല. ഞാനിത് അതുപോലെ കഴിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തിന്നാതിരിക്കാനൊക്കത്തില്ല. ഇത് കണ്ടോ, ഒരു പൂനെയായി ഇപ്പം തിന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തീറ്റ് നിർത്തത്തില്ല. നമുക്കവിടെ 150-200 രൂപ കൊടുത്താലേ ഇതിലൊരു 1 കിലോ കിട്ടത്തുള്ളൂ. അതെന്നാ വെച്ചാൽ പറിച്ചെടുത്താൽ മതി. കാട്ടിൽ കൂടെയും എല്ലാ പ്രദേശവും വലിയൊരു കൃഷിയായിട്ടല്ല ഇത്. ഇതെല്ലാ ഭാഗങ്ങളും ഈ സാധനം നിൽക്കുക. അത് ഇതിപ്പോൾ തിന്ന് കാണിക്കാം. നല്ല രുചികരമായ സാധനമാണ്. നല്ല മധുരവും നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു ഫ്രൂട്ടായത്. ഇവിടുത്തുകാർക്ക് ചെറിയ തോതിൽ ഇത് വിൽപ്പന നടത്തി സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. 10 രൂപയാണ് 1 കിലോയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ 6ാം ഭാഗമായ ബിൽ ട്രൈബൽ പ്രകൃതി ഭംഗി നിങ്ങൾ കാണാൻ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലുള്ള വീഡിയോ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.